ഹായ് ഹലോ നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീരിൽ മരിച്ചുപോയ ഒരു ജവാന്റെ ആത്മാവ്. അപ്പോൾ ആത്മാവും ഭൂതം പ്രേതം ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വളരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജവാന്റെ ആത്മാവ് വന്നിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം, അതായത് ആഗസ്റ്റ് 15-ാം തീയതി വടക്കേന്ത്യയിലുള്ള ഒരു അംഗൻവാടിയിൽ ഈ പറയുമാതിരി സ്വാതന്ത്ര്യദിന ആഘോഷം നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വന്ന് പങ്കെടുക്കുകയും ഇതേക്കണക്ക് കൊടി പറക്കാതിരുന്നപ്പോൾ സമയത്ത്, അതായത് ആ കൊടി നമ്മൾ വലിക്കാൻ നേരത്ത് അത് ഇളവി പറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ സിറ്റുവേഷനിൽ എന്ന് പറയുന്ന കൊടി സ്വയം വേർപെട്ട് പോകാതിരിക്കുമ്പോൾ എന്ന സമയത്ത് ഈ ജവാന്റെ ആത്മാവ് വന്നു. ഈ പറയുമാതിരി ജവാന്റെ ആത്മാവ് ഇതിനകത്ത് ഇടപെട്ടിട്ട് ഈ കൊടി പറത്താൻ വേണ്ടി സഹായിച്ചു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇങ്ങനെ പരക്കുന്നുണ്ട്. ആദ്യം നമുക്കതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. സംഭവം നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം ഇത് സംഭവം എന്താ പറയുന്നത്, ഈ ഒരു സംഭവമൊക്കെ വന്നതിന് ശേഷം ജവാന്റെ ആത്മാവെന്നുള്ള രീതിയിൽ വ്യാപകമായിട്ട് സംഘി കുഞ്ഞുങ്ങളായിരിക്കാം, അവരിങ്ങനെ പറഞ്ഞങ്ങ് അടിച്ചങ്ങ് ഇറക്കി വിട്ട് എന്താ പറയുന്നത്, കാക്ക വന്നു, ഒരു കാക്കയുടെ വേഷത്തിൽ ആത്മാവ് വന്നിട്ട് ഇതേ കണക്ക് ഈ പറയുമാതിരി കൊടി പറത്തി എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങോട്ടങ്ങാട് അടിച്ചങ്ങ് ഇറക്കി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറയുന്ന സ്ഥാപനത്തിന്, അതായത് ഈ അംഗൻവാടി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ടീച്ചേഴ്സിനും ഇവർക്കൊക്കെ ആകെ നാണക്കേടായി. ഒരു കൊടി പറത്താൻ പോലും ഉള്ള ഒരു ശേഷിയില്ലേ, അല്ലെങ്കിൽ ഇന്ത്യൻ കൊടിക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് സൈബർ ബുള്ളും തുടങ്ങി. ഒരു ജവാന്റെ ആത്മാവ് വന്ന് വേണം ഒരു കൊടി പറത്താൻ എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് അടിച്ചിറക്കി. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഈ പറയുമാതിരി വ്യത്യസ്തമാണ്. അതും കൂടെ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. ഈ രാജ്യത്ത് പലതും ഉണ്ടാക്കി അങ്ങോട്ട് പടച്ചങ്ങോട്ട് വിടുകയാണ്. ഒരു നെറിയും ഒന്നുമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പടച്ചങ്ങ് വിടുകയാണ്. ഒരു സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അവർ ഇതെടുക്കുകയാണ്. ഇത് ഈ വിഷ്വലിൽ കൃത്യമായിട്ടുള്ള കാര്യം. കാക്ക ഏതോ വഴിക്ക് പോയി തെങ്ങിയിരിക്കുകയാണ്. ഏതോ സംഖ്യക്കുട്ടൻ അത് ചേർത്ത് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ജവാന്റെ ഇതാണ്, ജവാന്റെ ആത്മാവാണ്, എന്താ ഈ പറയുമായി ആത്മാവ്, ഭൂതം, പ്രേതം ഉളുപ്പുണ്ടോ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുറേ മരക്കഴുതകളെ ഇതും ചുമന്നുകൊണ്ട് കിടക്കാൻ വേണ്ടി? നിങ്ങളുടെയൊക്കെ ഏതെങ്കിലും ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ആത്മാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇരുട്ടിൻ്റെ മറവിൽ ഭയന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന എന്താ പറയുന്നത് ആ ഒരു വിചാരമല്ല, അതിനപ്പുറത്ത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പട്ടാപ്പകൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതിന് പ്രേതത്തിന് പട്ടാപ്പകൽ സ്ട്രൈക്കാ. അതേ പൊട്ടത്തരങ്ങൾ അടിച്ചിറക്കിക്കൊണ്ട് ഇതേ കണക്കുള്ള കഥയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങും. സത്യം ഇതൊന്നുമല്ല. ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്നത് ഉണ്ടെന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഈ തോട്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, ഒരു തോട്ടുണ്ടെന്നുള്ള രീതിയിൽ. അതായത് ഒരു എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടെന്നുള്ളതിനപ്പുറം ഇതിനകത്തൊന്നും ഒരു സത്യവും ഇല്ല. ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതൊരു വിചാരമാണ്. ചിലപ്പോൾ കാലങ്ങൾക്കപ്പുറം ഈ ഒരു തോട്ട് നമ്മുടെ മുന്നിലേക്ക് വരും എന്നുള്ളൊരു വിചാരം മാത്രം. അല്ലാതെ പ്രേതവും ഭൂതവും ഒന്നും ഇന്ന് വരെ ലൈഫിൽ ആരുടെയും മുമ്പിൽ വന്നിട്ട് പട്ടാപ്പകൽ നിന്നതായിട്ടുള്ള ചരിത്രമില്ല. ചിന്തകളാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ കുഞ്ഞുനാൾ മുതൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിലേക്ക് ഈ സാധനം ഇട്ട് കൊടുക്കും, പ്രേതം ഭൂതം എന്നൊക്കെ പറയുന്ന സാധനം. കാര്യം വേറൊന്നുമല്ല, രാത്രിയിൽ ഈ സന്ധ്യ കഴിഞ്ഞ് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രേതം ഭൂതമൊക്കെ വരുമെന്ന് പറയുമ്പോഴും അർദ്ധരാത്രിയിലൊക്കെ വെളിയിലിറങ്ങി നടക്കുന്നത് ഈ സർപ്പദോഷികൾ, അതായത് സർപ്പങ്ങളും ഒക്കെ രാത്രിയിലാണ് സഞ്ചാരം. അവർക്ക് രാത്രിയിലാണ് അവർ ഇര പിടിക്കുന്നത്. ഈ സമയത്ത് വെളിയിലിറങ്ങാൻ നേരത്ത് ഈ പാമ്പിൻ്റെ കൊത്തുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭയം ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ഈ കാലത്തും ചുമന്നിട്ട് ഇത് പ്രേതമാണ്, ഭൂതമാണ്. പിന്നെ കുറേ സ്റ്റോറീസ്, അങ്ങോട്ട് കഥ, അത് മെനയുന്നതാണ്. ഞാനടക്കമുള്ള ആൾക്കാർ പ്രേതകഥകൾ എഴുതാറുണ്ട്. അപ്പം എഴുതുന്നത് ഭാവനയാണ്. അതൊരിക്കലും എന്താ പറയുന്നു സത്യമാവണമെന്നില്ല.
ഒരു ഭാവനയാണ്, ഒരു തോട്ടിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ഭാവനയിലൂടെ ഒരു കഥയുണ്ടാക്കുകയാണെന്നുള്ളതാണ്. ചില സംഭവങ്ങൾ, ചില ഇൻസിഡൻറ്റുകളെ അതിനകത്തൊരു തോട്ടും കൂടെ ചേർത്ത് ഈ പ്രേതകഥകളാക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. 100ൽ 101% ഞാൻ പറയാം. അങ്ങനെ അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കേട്ടോ. അല്ലാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഞാൻ വ്യാഖ്യാനങ്ങൾ തരാം. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.